നമസ്കാരം പ്രിയമുള്ളവരെ. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് സാരമായ ഉലച്ചിലുകൾ തട്ടുന്നു എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇസ്രായേലിന് അനുകൂലമായ നടപടികളിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യതിചലിക്കുന്നു എന്ന ഒരു നിഗമനത്തിലെത്തുന്നുണ്ട് അന്തർദേശീയ വാർത്താ അവലോകനൊക്കെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ബഹിഷ്കരണം അമേരിക്കയിൽ വളരെയധികം നടക്കുന്ന ഒരു സമയമാണ്. ഇസ്രായേലിന്റെ ഉത്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന രീതിയിൽ അന്തർദേശീയ തലത്തിലൊക്കെ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിന്റെ വളരെ തീവ്രമായ ഒരു ഭാഗം അമേരിക്കയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലെ ചില സെനറ്റർമാർ, പ്രത്യേകിച്ചും ജോഷ് ഹെഡ്ഗോമർ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് സെനറ്ററും മൈക്ക് ലോമർ എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ സെനറ്ററും അമേരിക്കൻ കോൺഗ്രസിൽ ഈ ഇസ്രായേൽ ഉത്പന്നങ്ങളെ ബഹിഷ്കരിക്കുന്ന ആളുകളെ അതുമായിട്ട് ക്യാമ്പയിൻ നടത്തുന്ന, ഇസ്രായേൽ ഉത്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് ക്യാമ്പയിൻ നടത്തുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇസ്രായേൽ ഉത്പന്നങ്ങൾ ബഹിഷ്കരണം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ 20 വർഷം തടവിനും $1 ബില്യൺ പിഴ ചുമത്തുന്നതിനുമൊക്കെ കഴിയുമായിരുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചു എന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ പ്രതിഷേധമാണ് ഈ ബില്ലിനെതിരെ ഉണ്ടായത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വലിയ പ്രതിഷേധം അമേരിക്കൻ ജനതയിലും അമേരിക്കൻ സെനറ്റർമാരുടെ ഇടയിലും ഉണ്ടായതുകൊണ്ട് ഈ ബില്ലിന്മേലുള്ള ചർച്ച അമേരിക്കൻ കോൺഗ്രസ് നിർത്തിവച്ചിരിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ കടുത്ത അനുയായികൾ വരെ ഈ ബില്ലിനെ എതിർത്തു എന്നാണ് പറയുന്നത്. കാരണം എന്തു വാങ്ങണമെന്നും എന്തു കഴിക്കണമെന്നും എന്തു ബഹിഷ്കരിക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം അമേരിക്കക്കാർക്കുണ്ട്. ഏതെങ്കിലും ഒരു വിദേശ രാജ്യം, അതായത് ഇസ്രായേൽ, ആ രാജ്യത്തിന് വേണ്ടി അമേരിക്കക്കാർ അവരുടെ അവകാശങ്ങൾ, എന്തു വാങ്ങിക്കണമെന്നും എന്തു കഴിക്കണമെന്നുമുള്ള അവകാശം അത് ത്യജിക്കേണ്ട കാര്യമില്ല. ഇസ്രായേലിന് വേണ്ടി അമേരിക്കക്കാരെ തടവിലിടുന്ന, അഥവാ ഇസ്രായേലിന്റെ സാധനങ്ങൾ വാങ്ങിക്കില്ല എന്നതിന്റെ പേരിൽ അമേരിക്കക്കാരെ തടവിലിടുന്ന ഒരു ബില്ലിനെ അനുകൂലിക്കാൻ കഴിയില്ല എന്ന് ഭൂരിപക്ഷം റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളും അഭിപ്രായപ്പെട്ടു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അമേരിക്കയിൽ വലിയ മാറ്റമുണ്ടാകുന്നു. ഇസ്രായേലിന് അനുകൂലമായ അമേരിക്കയുടെ തീരുമാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇസ്രായേലിന് എതിരായിട്ട് വലിയ ഒരു വിഭാഗം സെനറ്റർമാർ, ഡെമോക്രാറ്റിക് പാർട്ടിയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും സെനറ്റർമാർ തീരുമാനമെടുക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അടുത്ത ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ സന്ദർശിക്കുകയാണ്. സൗദി അറേബ്യയും UAEയും ഖത്തറും ഉൾപ്പെടുന്ന ഒട്ടുമിക്ക പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ സന്ദർശന ലിസ്റ്റിലുണ്ട് എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രതീക്ഷിക്കുന്നത് എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ്. $600 ബില്യൺ കരാർ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന അവസരത്തിൽ അമേരിക്കയ്ക്ക് ലഭിക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അമേരിക്കയുടെ സാമ്പത്തിക ഉയർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സൗഹൃദത്തിനാണ് എന്ന ഒരു വാർത്ത വലിയ പ്രാധാന്യത്തോട് തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. കാരണം ഈ 2000-ലും 1990-കളിലും ഒക്കെ നമ്മൾ ഈ പശ്ചിമേഷ്യൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. എന്ന് ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി യൂറോപ്പിനെയും അമേരിക്കയും ഒക്കെ സ്വാധീനിക്കുവാൻ കഴിയും, അന്നു മാത്രമേ ഈ ഫലസ്തീന്റെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകൂ എന്ന ഒരു നിലപാടുകൾ അന്തർദേശീയ മാധ്യമങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയാകുകയാണ്. കാരണം ലോകരാജ്യങ്ങളുടെ മേൽ, അല്ലെങ്കിൽ അമേരിക്കയുടെയൊക്കെ മേൽ വലിയ സാമ്പത്തിക സ്വാധീനം ചെലുത്തുവാൻ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്ക് കഴിയുന്നു. അത് ഒരുപക്ഷെ ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് കാരണമായേക്കാം എന്ന രീതിയിൽ നിഗമനങ്ങൾ പുറത്തു വരികയാണ്. ലോകസമ്പത്തിന്റെ 35% ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന ഒരു വിലയിരുത്തൽ അന്തർദേശീയ മാധ്യമങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടാകുകയാണ്. അത് ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ ഹമാസിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട്, ഹമാസ് പൂർണ്ണമായും ഗസയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഫലസ്തീനെ ഒരു പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം അമേരിക്ക അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഈ പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടായേക്കാം
എന്ന രീതിയിൽ വലിയ ചർച്ച അന്തർദേശീയ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക എന്ന രാജ്യം നിലനിന്നു പോകണമെങ്കിൽ പശ്ചിമ ഏഷ്യയുടെ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യമാണ് എന്ന രീതിയിൽ ചർച്ചകൾ വരികയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന അവസരത്തിൽ ഒരുപക്ഷെ ഫലസ്തീനെ അംഗീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോയേക്കാം എന്ന രീതിയിലുള്ള വലിയ അവലോകനമാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ മെയ് 6-നാണ് ഇസ്രായേൽ ഹൂതികളെ ആക്രമിക്കുന്നത്. ഇസ്രായേൽ ഹൂതികളെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന് വലിയ പ്രതീക്ഷയായിരുന്നു ചിരകാല സുഹൃത്തായ അമേരിക്ക ഒപ്പം നിന്ന് ഹൂതികളെ ആക്രമിക്കുമെന്ന്. എന്നാൽ ആ ദിവസം തന്നെ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണ് എന്ന ഒരു പ്രസ്താവന. മാത്രമല്ല ഹൂതികളെയൊക്കെ പുകഴ്ത്തുന്ന നിലപാടുകളാണ്. അവർ സ്ഥിരതയുള്ളവരാണ്, അവർ വലിയ പോരാളികളാണെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സമീപനവും ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒമാന്റെ മധ്യസ്ഥതയിൽ ഹൂതികളും ഒപ്പം അമേരിക്കയും ചർച്ച ചെയ്ത് വെടിനിർത്തൽ കരാറിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അതൊന്നും ഇസ്രായേലുമായി കൂടിയാലോചിക്കാതെയായിരുന്നു. അപ്പോൾ കൂടുതൽ ഇസ്രായേൽ അനുകൂല നിലപാടുകൾ, നേരത്തെ പുലർത്തിയിരുന്ന നിലപാടുകളിൽ നിന്ന് അമേരിക്കയും ട്രംപും വ്യതിചലിക്കുന്നു എന്ന വലിയ ഒരു അവലോകനമാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, മിഡിൽ ഈസ്റ്റിൽ ഡൊണാൾഡ് ട്രംപ് എത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ അവസരത്തിൽ ഇസ്രായേൽ സന്ദർശിക്കുന്നില്ല എന്നൊരു വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ ഇതിനോടൊപ്പം ചേർത്തു വായിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ സന്ദർശിക്കാത്തത് എന്നത് വലിയ ചർച്ചയാകുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന അവസരത്തിൽ ഇസ്രായേൽ സന്ദർശിക്കുന്നില്ല. മാത്രമല്ല പ്രതിരോധ സെക്രട്ടറി യുഎസിന്റെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗസത്തിന്റെ സന്ദർശനം ഈ അവസരത്തിൽ മാറ്റിവെക്കുന്നു, ഇസ്രായേൽ സന്ദർശനം മാറ്റിവെക്കുന്നു എന്ന് ഇസ്രായേൽ ടൈംസ് പോലെയുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൈക്ക് വാട്സ് എന്ന് പറയുന്ന യുഎന്നിന്റെ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ പുറത്താക്കിയിരുന്നു. അതിന് കാരണമായി പറഞ്ഞത് ഈ മൈക്ക് വാട്സ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സ്വാധീന വലയത്തിൽ പെട്ട ഒരാളാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മൈക്ക് വാട്സിനെ സ്വാധീനിച്ച് ഇറാനെതിരെ യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവലോകനം എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ ഇസ്രായേലിനെ അമേരിക്ക കൈവിടുന്നു, അമേരിക്ക കൂടുതൽ ഫലസ്തീൻ അനുകൂലമായ നിലപാടുകളിലേക്ക്. അതിന് പ്രധാനപ്പെട്ട കാരണം പശ്ചിമേഷ്യയിലെ സൗദിയ, UAE, ഖത്തർ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ഒരു സ്വാധീനം, അവരുടെ ഒരു ശ്രമഫലമായി ഒരുപക്ഷെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാഷ്ട്രം പ്രഖ്യാപിക്കാവുന്ന തരത്തിലേക്ക് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറിയേക്കാം എന്ന ഒരു അവലോകനം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഇടയിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. അന്തർദേശീയ തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്ന ഒരു വസ്തുത എല്ലാ ചർച്ചകളിലും എല്ലാ അവലോകനങ്ങളിലും നിലനിൽക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി ഗസ അനുകൂല നിലപാടുകളിലേക്ക് കടന്നു വരുന്നു എന്ന ഒരു നിഗമനമുണ്ട്. അതുകൊണ്ടാണ് ഈ ഹൂതികളുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകളൊന്നും ഇസ്രായേലുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് എന്ന ഒരു നിഗമനത്തിൽ അന്തർദേശീയ മാധ്യമങ്ങൾ എത്തുന്ന നിമിഷം കൂടിയാണ്. തൽക്കാലം ഈ അവലോകനമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.